ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്നുള്ളത് നമ്മുടെ ജർമ്മനി ഐവറി കോസ്റ്റ് ഫുട്ബോൾ മത്സരം. നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും കാണാത്തവർക്കൊക്കെയായി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ജർമ്മനി ഐവറി കോസ്റ്റ് എന്നൊരു മത്സരം പ്രതീക്ഷിക്കുമ്പോൾ നല്ലൊരു ഫിസിക്കൽ ഗെയിം, ഐവറി കോസ്റ്റിന് ഫിസിക്കൽ ഗെയിം, ഒരു അറ്റാക്കിംഗ് ഗെയിം എല്ലാം പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ഈ ഗെയിം ഇത് കാണാതിരുന്നത്. പക്ഷേ ജർമ്മനി എൻ്റെ പിന്നെ വിസിൽ തുടങ്ങി, വിസിലടിച്ച ആ സമയം മുതൽ അവർ അട്ടപ്പൊട്ടലം അവർ കൂട്ടി കഴിഞ്ഞ് അവരെ ഐവറി കോസ്റ്റിനെ ശരിക്കും തളച്ചിട്ടു എന്ന് തന്നെ പറയാം. അവർക്ക് രണ്ട് അറ്റാക്കുകൾ ചെയ്തു എന്നല്ലാണ്ട് അവരെ കൂടുതലൊന്നും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലാക്കി തീർന്നു. എന്തായാലും ജർമ്മനി ഡയറക്റ്റ് ഇനി ഒഫീഷ്യലായിട്ട് തന്നെ ക്വാർട്ടർ റൗണ്ടിൽ നിന്ന് കടന്നിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത മത്സരം ആരെയാണെന്ന് പ്രതീക്ഷിക്കുന്നവർക്കും ഇനി ഐവറി കോസ്റ്റ് സാധ്യതകളും എല്ലാം അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്, ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജർമ്മനിയുടെ ആദ്യം തന്നെ പറയും ജർമ്മനിയുടെ കളിയാണ്. ജർമ്മനി ഒന്നും പറയാനില്ല, അമ്മാതിരി കൂട്ടാണ്. ശരിക്കും ജർമ്മൻ ആടാ എന്നൊക്കെ പറഞ്ഞ ഡയലോഗില്ലേ, അതേ ലെവല് വമ്പന്. നമ്മുടെ കളി തുടങ്ങിയ വിസിൽ, റഫറിയുടെ ആദ്യ വിസിൽ വീണത് മുതൽ ജർമ്മനിയുടെ പതിവ് ശൈലിയുള്ള ഹൈ പ്രസിംഗ് ഗെയിം പിന്നെയാണ്. അതായത് ഐവറി കോസ്റ്റിൻ്റെ കളിക്കാരുടെ കാലിൽ പന്ത് കിട്ടുമ്പോഴേക്കും ചെന്ന് പ്രസ് ചെയ്ത് പന്ത് തിരിച്ചെടുക്കും. ഐവറി കോസ്റ്റിന് ശ്വാസം വിടാനോ പന്തൊന്ന് ഹോൾഡ് ചെയ്യാൻ പോയിട്ട് സമയം കൊടുത്തില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ജർമ്മൻ കോച്ചിൻ്റെ തന്ത്രങ്ങൾ ഗ്രൗണ്ടിൽ അടിപൊളിയായിട്ട് അവർ നടപ്പാക്കി എന്ന് തന്നെ പറയാം. ജർമ്മനി തുടക്കത്തിൽ തന്നെ ഐവറി കോസ്റ്റ് 1-2 തവണ ജർമ്മൻ ബോക്സിലേക്ക് അടിച്ച് കയറി വരാൻ നോക്കി. പക്ഷേ അവരുടെ ഒരു ആഫ്രിക്കൻ പവർ വെച്ച് ജർമ്മൻ ഡിഫൻസിനെ താക്കാൻ നോക്കിയെങ്കിലും എന്താ പറയുക, ജർമ്മനിയുടെ ബാക്കപ്പ് ഒരു രക്ഷയുമില്ലാത്ത ഫോമിലായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ജർമ്മനി പൂർണ്ണമായും കളി പൂർണ്ണമായും ജർമ്മനിയുടെ കയ്യിലെത്തി. ഒന്നും പറയാനുണ്ടായില്ല. നല്ല ഒന്നാന്തരം വൺ ടച്ച് പാസുകളും ഷോർട്ട് പാസുകളും മീനുകളുടെ വേഗതയിലും മുന്നേറ്റം കൊണ്ട് അവരെന്താ പറയുക, കളം നിറഞ്ഞ് കളിക്കുകയാണ് ജർമ്മനി ചെയ്തത്. പിന്നെയാണ് നമ്മുടെ ആക്റ്റീവ് ഗോൾ വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കളി ടേണിംഗ് പോയിന്റ് തന്നെ പറയാമല്ലോ. ടേണിംഗ് പോയിന്റ് തന്നെയാണ്. കാരണം ആദ്യ ഗോൾ അടിക്കുന്ന ഏത് ടീമാണോ അതാണ് അവരുടെ ഒരു ആത്മവിശ്വാസം പറയുന്നത്. പിന്നെ അവർക്ക് കളിക്കാനുള്ള പ്രതീക്ഷ, എന്താ പറയുക, നമ്മൾ ഇങ്ങനെയാണല്ലോ എന്നുള്ള പ്രതീക്ഷയും ബാക്കിയെല്ലാം വരുമല്ലോ. ഫസ്റ്റ് ഹാഫിൽ തന്നെ ജർമ്മൻ ലീഡ് എടുത്തു. അതായത് എന്താ പറയുക, ഒരു റൈറ്റ് വിങ്ങിലൂടെ ബോക്സ് ചെയ്ത് വന്ന ഒരു മനോഹരമായ ക്രോസ്, അടിപൊളി. ഐവറി കോസ്റ്റിനെ ഡിഫൻസ്മാരെ മുഴുവൻ കാഴ്ചക്കാരായി നിർത്തിക്കൊണ്ട് ജർമ്മൻ സ്ട്രൈക്കർ കൃത്യമായിട്ട് അത് കണക്ട് ചെയ്ത് കൊടുത്തു. കീപ്പർക്ക് ജസ്റ്റ് നോക്കി നിൽക്കാൻ മാത്രമേ കണ്ടുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല അതിൻ്റെ അകത്ത്. അതോടെ ജർമ്മനിയുടെ കോൺഫിഡൻസും വേറെ ലെവലിൽ തന്നെ പറയാറ്. ഐവറി കോസ്റ്റ് സമനിലയ്ക്ക് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, പരമാവധി ശ്രമിച്ചെങ്കിലും പക്ഷേ ഗോൾ പൊസിഷൻ വിട്ടുകൊടുക്കാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആദ്യ പകുതി അങ്ങനെ ഫുള്ളായിട്ട് ജർമ്മനി ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. പിന്നെ ജർമ്മനി അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ജർമ്മനി 1-0 നിന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ടാം ഹാഫിലേക്ക് കടക്കാം. രണ്ടാം ഹാഫിലേക്ക് ഐവറി കോസ്റ്റ് തിരിച്ചടിക്കും എന്നുള്ള ഒരു എന്താ പറയുക, ഒരു നമ്മൾ പ്രതീക്ഷയിലിരിക്കണം. കാരണം അമ്മാതിരി പ്രഷറാണല്ലോ അവർക്ക്. കാരണം ഒരു ഗോളിന് പിന്നിൽ നിൽക്കുന്നു, നമ്മൾ ടീം നോക്കൗട്ടിന് പുറത്തോ, അങ്ങനത്തെ ഒരുപാട് ടെൻഷനുകളുണ്ടല്ലോ. അപ്പോൾ അതുമാതിരി അവർ നല്ലൊരു അറ്റാക്കിംഗ് ഗെയിമും നല്ലൊരു പ്രഷർ ഗെയിമും കൊടുക്കുമെന്നുള്ള അടിപൊളി പ്രതീക്ഷ തന്നെയാണ് നമ്മൾ കളി ആരംഭിച്ചത്. നല്ല രീതിയിൽ തന്നെയായിരുന്നു. തുടക്കത്തിൽ 1-2 പ്രഷർ, നല്ല രീതിയിലെ പ്രഷർ ജർമ്മൻ ഡിഫൻസിന് കൊടുക്കാനും അവർക്ക് സാധിക്കും, നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ജർമ്മനി എന്നുള്ള രാജ്യത്തിൻ്റെ അവരിതൊക്കെ എന്താ പറയുക, അവരുടെ എക്സ്പീരിയൻസും അവരുടെ അച്ചടക്കവും അവരങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. അവർക്ക് അതൊക്കെ ഡിഫെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ രീതിയിൽ അവർ എല്ലാം ഡിഫെൻസ് ചെയ്തു. എന്നാൽ ഒരു സമയത്ത് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരാധകരായ നമ്മൾ പോലും ഈ പറയുന്ന പോലെ ഒന്ന് സംശയിച്ചു, ഇങ്ങനെ ലോകം ഇവർക്ക് ഡിഫെൻസ് ചെയ്ത് പിടിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ ഇവർക്ക് കുറച്ച് ഗോൾ അടിക്കുകയോ സമനിലയിലേക്ക് എത്തുമോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ടെൻഷനിലേക്ക് നിന്നു. പക്ഷേ എല്ലാം അവർ അടിപൊളിയായിട്ട് നന്നായിട്ട് തന്നെ അവർ ഡിഫെൻഡ് ചെയ്ത് ആ ടീമിനെ, എന്താ പറയുക, ജർമ്മൻ ടീമിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടോ പ്രതിരോധങ്ങളെല്ലാം മനോഹരമായി എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ അങ്ങനെ ഇപ്പം രണ്ടാം ഗോൾ പറഞ്ഞു, അതായത് ജർമ്മനിയുടെ രണ്ടാം ഗോൾ, ആഹാ, മനോഹരമായ ഗോളായിരുന്നു. എന്താ പറയുക, മിഡ്ഫീൽഡിൽ നിന്ന് ഡിഫൻസിലേക്ക് കീറി മുറിച്ചു പറഞ്ഞൊരു അടിപൊളി ത്രൂ പാസ്. ഓഫ് സൈഡ് ട്രാക്ക് അടിക്കുമെന്നാണ് കരുതുന്നത്, പക്ഷേ ഓഫ് സൈഡ് ട്രാക്ക് നല്ല അടിപൊളിയായിട്ട് ക്രോസ് ചെയ്ത് നല്ല ജർമ്മനി നല്ല അടിപൊളിയായിട്ടാണ് ഗോളാണ്. ഒന്നും ചെയ്യാറില്ല, ഐവറി കോസ്റ്റിന് ഇങ്ങനെ ഗോളിക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പോലെ സാധിച്ചുള്ളൂ. അമ്മാതിരി കളിയായിരുന്നു. നല്ല എന്താ പറയുക, ഐവറി കോസ്റ്റിന് പ്രതീക്ഷകളൊക്കെ തന്നെ അതോടുകൂടി തീരുമാനമായി. കാരണം ഈ 2 ഗോളി തിരിച്ചടിക്കുക, കയറുക എന്നുള്ളത് സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് വലിയൊരു സംഭവമില്ലാണ്. നമുക്കല്ല, ഏത് ടീമിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നോക്കൗട്ട് നാട്ടിൽ തിരിച്ചടിച്ച് കയറുക എന്നുള്ളത് ഭയങ്കര സങ്കടം ഇങ്ങനെ കാര്യം തന്നെയാണല്ലോ. പിന്നീട് ഈ പറയും പോലെ ഫൈനൽ വിസിൽ മുഴങ്ങാൻ വേണ്ടി കാത്തിരുന്നു. 1-2 റിട്ടേൺ അടിക്കാനൊക്കെ മാക്സിമം ശ്രമിച്ചു. പക്ഷെ അത്രത്തോളം പോയില്ല എന്ന് തന്നെ പറയാം. അതിനുള്ള ജർമ്മൻ്റെ കഴിവുകളും ജർമ്മൻ്റെ ആ ഡിഫൻസുകളും അതെല്ലാം കൂട്ടി, എല്ലാത്തിനും അവരെ കൂട്ടി അങ്ങനെ അടിപൊളിയായിട്ട് ജർമ്മൻ
ജർമ്മനി അങ്ങനെ അതിൻ്റെ ഫൈനൽ വിസിൽ, അതായത് റഫറിയുടെ ഫൈനൽ വിസിൽ വീഴുമ്പോൾ 2-0, അതായത് 2-0 അവർ ജർമ്മൻ വിജയിച്ചു. പക്ഷെ ജർമ്മൻ വിജയിച്ചാൽ ജർമ്മൻ ഡയറക്റ്റ് നോക്കൗട്ടിലേക്ക് പ്രവേശിച്ചു, നോക്കൗട്ടിൽ 2ാം റൗണ്ടിലേക്ക് ഒഫീഷ്യലായി കയറിയുണ്ട്. പക്ഷെ അതിൽ കയറിയാൽ അവരുടെ ഇനി എതിരാളി ആരായിരുന്നു, അതൊരു വലിയൊരു സംഭവം തന്നെ. നമ്മൾ ആരാധകരായ നമ്മളെല്ലാവരും പ്രതീക്ഷയോട് കാത്തിരിക്കുന്നതാണ്. പിന്നെ ഐവറി കോസ്റ്റിൻ്റെ ഇനി പ്രതീക്ഷ എന്നുള്ളത്, ഐവറി കോസ്റ്റിന് പ്രതീക്ഷ പൂർണ്ണമായും കൈവിട്ടിട്ടൊന്നുമില്ല കേട്ടോ, ഒരിക്കലും പൂർണ്ണമായും കൈവിട്ടിട്ടൊന്നുമില്ല. എന്നാൽ കൂടി അവരെത്രത്തോളം അതിൽ കയറി വരും എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടല്ലോ. അത് എന്താ പറയുക, ഐവറി കോസ്റ്റിനെ സംബന്ധിച്ച് ഇനി ഒരു വലിയൊരു മാർജിനിൽ തന്നെ അവർക്ക് വിജയിക്കണം അടുത്ത മത്സരത്തിൽ. അതുമല്ല മറ്റ് മത്സരങ്ങളുടെ ഇത് വരുന്ന കളത്തിൻ്റെ പോലെ ഇരുന്ന് ഇവരുടെ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കയറാനുള്ള കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഒന്നും പറയാനില്ല, ഐവറി കോസ്റ്റ് കയറാൻ ചാൻസ് കുറവാണ്. എന്നാൽ തന്നെ നമ്മുടെ ഐവറി കോസ്റ്റിൻ്റെ ജർമ്മനിയുടെ ഡിഫൻസിൻ്റെ, ജർമ്മനിയുടെ അറ്റാക്കിൻ്റെ ഇതിൻ്റെ ഐവറി കോസ്റ്റ് വെറും എന്താ പറയുക ശൂന്യമായി പോയി എന്ന് തന്നെ പറയാം. നല്ലൊരു കളി കാഴ്ചവെക്കുകയും ചെയ്തു ജർമ്മനി. അടിപൊളിയായിട്ട് ജർമ്മനി നല്ലൊരു രീതിയിൽ പ്രവേശിച്ചു. ജർമ്മൻ ആരാധകരുണ്ട്, ഇന്ത്യയിൽ കേരളത്തിൽ ഒരുപാട് ആരാധകരുണ്ട്. എല്ലാവരും വളരെ സന്തോഷമാണ് ഞാനടക്കം. കാരണം കളി നല്ല ടീമുകൾ വരട്ടെ, നല്ല ടീമുകൾ വന്ന് ഫൈനലിലേക്ക് വരുമ്പോഴല്ലേ നമുക്ക് കളി കാണാൻ ത്രില്ലിംഗ് ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.